ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചു എന്നുള്ളതാണ് ഈ നൂറ്റാണ്ടിലെ എടുത്തു പറയത്തക്കതായ പ്രത്യേകത. തന്മൂലം മനുഷ്യരുടെ ജീവിത ശൈലി തന്നെ ആകെ മാറിയിരിക്കുകയാണ്. ഇതിലധികമായി ഇനിയും എത്രയും വേഗത്തിൽ എങ്ങനെ ജീവിത രീതികൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയും എന്നതിലാണ് ഇത്രയും പുരോഗതി നേടിയിട്ടും ശാസ്ത്രലോകം വീണ്ടും ഗാഢമായി ചിന്തിക്കുകയും പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഫാസ്റ്റ് പർച്ചേസിംഗ്, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഫാസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ, ഫാസ്റ്റ് ഫുഡ് എന്നിവയൊക്കെ ആധുനിക ലോകത്തിലെ പ്രതിഭാസങ്ങളാണ്. വിശാലമായ ഹൈവേയിൽ വളരെ സ്പീഡിൽ കാറോടിച്ചു പോകുന്നത് പോലെ ജീവിതയാത്രയിൽ എത്രയും വേഗത്തിൽ പോകുവാൻ നാം ഒരുമ്പെടുന്നു. വേഗത്തിൽ പോകുവാനുള്ള തത്രപ്പാടിന് നമ്മുടെ ശരീരവും മനസ്സുമെല്ലാം ഒരുക്കം കൂട്ടുന്നു. ചുരുക്കത്തിൽ ഒരു വെപ്രാളം പിടിച്ച ജീവിതം തന്നെയാണ് നാം ഓരോരുത്തരും നയിക്കുന്നത്. ഈ വേഗതയേറിയ ജീവിതയാത്രയിൽ ദൈവത്തെ നാം ഒപ്പം നിർത്താറുണ്ടോ എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഈ തിരക്ക് പിടിച്ച നമ്മുടെ ഓട്ടത്തിൽ അല്പസമയം ഇടയ്ക്ക് കണ്ടെത്തി ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്ന് നാം ഉറപ്പ് വരുത്തണം. അല്ലായെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഈ ഓട്ടത്തിൽ തലയും കുത്തി താഴെ വീഴാൻ സാധ്യതയുണ്ട്. ആ അവസരത്തിൽ ദൈവമേ എന്ന് വിളിച്ചാൽ ഒരുപക്ഷെ ദൈവം കിലോമീറ്ററോളം ദൂരം പിറകിലായിരിക്കും ഉണ്ടാവുക. കോരഹപുത്രന്മാർ 48 സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവമേ, ഞങ്ങൾ നിൻ്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. എത്ര തന്നെ നമ്മുടെ ജീവിതം തിരക്ക് പിടിച്ചതായാലും ഉന്നതമായ നേട്ടങ്ങൾ നേടിയെടുത്താലും ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുവാൻ ഏത് സമയവും മനഃപൂർവ്വമായി തന്നെ സമയം കണ്ടെത്തി ദൈവം മുഖത്തേക്ക് നാം നോക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നത് നമ്മുടെ ജീവിതചര്യയായി മാറുമ്പോൾ മാത്രമേ അത് അർത്ഥവത്താകൂ. ദൈവത്തോടുകൂടി ജീവിക്കുന്ന ഒരു അനുഭവം നാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൃഷ്ടിച്ചെടുക്കണം. അല്ലാതെ രാവിലെയോ വൈകുന്നേരമോ അല്പസമയം പ്രാർത്ഥിക്കുകയും ബാക്കിയുള്ള മുഴുവൻ സമയം സ്വന്തം ഇഷ്ടം പോലെ ദൈവത്തെ കൂടാതെ ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. മാറ്റ് മഹർ എഴുതിയിട്ടുള്ള അതിമനോഹരമായ ഒരു ഗാനമാണ് ലോർഡ് ഐ നീഡ് യു എന്ന പ്രാർത്ഥനാ ഗാനം. ഒരിക്കൽ 3 വയസ്സുള്ള ഒരു പെൺകുട്ടി പ്രഭാത ഭക്ഷണം കഴിക്കാൻ ധൃതി കൂട്ടി. അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന അവൾ മറന്നു. അവളുടെ പിതാവ് ചോദിച്ചു, മോളെ, നീ പ്രാർത്ഥിച്ചോ? അവളുടെ മറുപടി തൻ്റെ പിതാവിനോടല്ലായിരുന്നു, പിന്നെയോ ദൈവത്തോടായിരുന്നു. അവൾ ഇങ്ങനെ പറഞ്ഞു, യേശുവേ, അവിടെയൊന്ന് നിൽക്കണേ, ഞാനിത് തിന്നിട്ട് ഉടനെ വരാം. നോക്കുക പ്രിയരെ, എത്ര ആത്മാർത്ഥത നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണത്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയും അതായിരിക്കട്ടെ. കർത്താവേ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഓരോ മണിക്കൂറിലും നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ലോർഡ് ഐ നീഡ് യു. ഓ ഐ നീഡ് യു. Every hour I need you. Have a blessed day.